സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരുള്ള ചാലക്കുടിയിലാണ്. ചാലക്കുടി കൗതുക പാർക്കാണ്. അപ്പോൾ നമ്മളിന്ന് കൗതുക പാർക്ക് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ആർക്ക് വഴിയാണ് ഉള്ളിലേക്ക് കിടക്കുന്നത്. ഇനി ബുദ്ധിമുട്ടുള്ളവർക്ക് സൈഡിൽ കൂടെ കിടക്കാം. ഇവിടെ ഒരു കുടുക്കമന്ദിരമുണ്ട്, അതുപോലെ തന്നെ കുടക്കല്ല്, അതൊക്കെ നമുക്കവിടെ കാണാം. താഴെ നല്ലൊരു മൊയിലംകൂട്ടം കിടപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കാടിൻ്റെ ഉള്ളിൽ ചെന്നൊരു പ്രതീതിയാണ്. ഫുള്ള് ചവറൊക്കെ ഉണ്ട്. ഞാനവിടെ ആദ്യമായിട്ട് വരുമ്പോൾ അന്ന് ചവറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫുള്ള് ചവറൊക്കെ കാടിന്റെ ലുക്കായിട്ട്. ഈ ഒരു ആർച്ച് വഴി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഈ പാലത്തുമ്പളിക്കാണ് കയറാം. താഴെ ഒരു കുളമുണ്ട്. കുളം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? താഴെയിലൊരു മീനും കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജയിൻ്റെ ഗൗരവമയാണെന്നൊരു സംശയമുണ്ട്. ഞാൻ കാര്യമായിട്ട് എനിക്ക് അങ്ങോട്ട് സൂം ചെയ്യാൻ നിന്നില്ല. മൊബൈല് വെള്ളത്തിൽ പോകണ്ട എന്ന് വിചാരിച്ചു. എന്തായാലും കുളം കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സൈഡേക്കും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കിണർ പോലെയാണ്. ചെറിയൊരു വങ്ക പോലെയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇവിടെ നിന്ന് നേരെ കടന്നു കഴിഞ്ഞാൽ ഒരു തുരങ്കമാണ്. തുരങ്കം എന്ന് പറയാൻ പറ്റില്ല, ഗുഹ. പോണ്ടിയാക്ക് കേവ് എന്ന ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റും ഒരു രാജകീയ ലുക്കിലേക്കാണ് അതിൻ്റെ മുകൾ ഭാഗം പണിത് വെച്ചിരിക്കുന്നത്. ഉള്ളിൽ നല്ല ഒരു കളറും നല്ലൊരു വൈബൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്കൊരു ഗുഹയുടെ ഫീലിലേക്കും ചെയ്യുന്നുണ്ട്. നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ ചെല്ലുമ്പോൾ അവിടെ വേറൊരു കുളമാണ്. ആ കുളത്തിലാണെങ്കിൽ ഒരു 3-4 വലിയ മീൻ കിടപ്പുണ്ട്. നല്ല കറുത്ത നല്ല കുട്ടന്മാര്, അടിപൊളി 4 മീന്മാർ. ചുറ്റും നമ്മുടെ വയമ്പൊക്കെ കിടന്ന് നടക്കുന്നുണ്ട്. കുളത്തിന് മേലെയും ഒരു പാലുണ്ട്. ഇവിടെ ഒട്ടുമിക്ക കുളത്തിന്റെ മേലെ ഒരു പാലുണ്ട്. ആ പാലത്തിന്റെ മേലെ കൂടെയാണ് പിന്നെ നമ്മൾ പോവുക. ഇതിപ്പോ നമ്മൾ വന്ന ഗുഹയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ അതേ ഒരു ഊഞ്ഞാല് കിടപ്പുണ്ട്. നല്ലൊരു ഊഞ്ഞാലാണ്. ഞാൻ ഇരുന്ന് നോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മകളാണ്. ഊഞ്ഞാലിൽ കയറിയപ്പോൾ നമുക്കൊരു സന്തോഷം. എങ്ങനെയുണ്ട് നമ്മുടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ? കയറല്ലേ? ഇവിടെ ഒരു ജാതി കണ്ട, ഒരു പ്ലാവിന്റെ തടിയാണ് ആ ജാതിക്കുള്ളത്. നല്ല തടിച്ചിട്ടുള്ള ഒരു ജാതി. അതുപോലെ തന്നെ ഹാങ്സ്റ്റർ. ഞാൻ ആദ്യം വിചാരിച്ചത് മൊയലാന്നാ. പിന്നെ നമ്മുടെ മോളെ പറഞ്ഞത് ഹാങ്സ്റ്ററാണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. മരം കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇവിടെ മുഴുവൻ ജാതിയാണ്. എവിടെ നോക്കിയാലും ജാതി മരങ്ങളാണ്, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് സിസ്റ്റമാണ്. നമ്മൾ നേരത്തെ കണ്ട പാലത്തിന്റെ മേലെ കൂടെ നമ്മളിങ്ങനെ കയറി പോവാണ്. ഇപ്പൊ മേലെ കയറി നോക്കുമ്പോൾ കുളം കാണാൻ നല്ല ഭംഗിയാണ്. നേരെ നമ്മൾ ചെന്നപ്പോൾ ഒരു കിടങ്ങ പോലത്തൊരു സ്ഥലം. അവിടെ ചെന്നപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് വഴി പോകുന്നത്. എല്ലാവിടെയും നമുക്ക് ഒരു ഊഞ്ഞാലിങ്ങനെ കാണാം.
അതിപുരാതന കാലത്ത് വാർദ്ധക്യം ബാധിച്ച് മരിച്ചതും ജീവച്ഛവമായ മനുഷ്യ ശരീരങ്ങൾ താഴെ കാണിച്ചിട്ടുള്ളതുപോലെ ജാറുകളിൽ അടക്കം ചെയ്ത് കൂറ്റൻ കല്ലുകൾ കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു. പിൽക്കാലത്ത് ഇവ നന്നാടികൾ എന്ന് അറിയപ്പെടുന്നു. ഇതാണ് സംഭവം ഉണ്ടാകുക. അതുപോലെ തന്നെ ഇവിടെ പ്രാവുകളൊക്കെ ഇരിക്കാനുണ്ട്. കോട്ടയിലെ പരിസ്ഥിതി സൗഹൃദ പാർക്കിങ്ങിന് അംഗീകാരം. അങ്ങനെ പാർക്കിന് പ്രത്യേക അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു വലിയൊരു ചെടി കാണാം, കണ്ടോ? കണ്ടു കഴിഞ്ഞാൽ വലിയൊരു മരം പോലെ നമുക്ക് തോന്നും. അതൊരു ചെടിയാണ്. നമുക്ക് ഡീറ്റെയിൽസ് തന്നെ വായിച്ചു നോക്കാം. സഞ്ചരിക്കുന്ന ചെടി എന്നാണ് എഴുതിയിരിക്കുന്നത്. 16 വർഷമായി 4 വേരുകളുടെ സഹായത്താൽ മാത്രം അന്തരീക്ഷത്തിൽ നിലകൊണ്ട് ശിഖരങ്ങൾ 4 ദിശയിലേക്കും വേരൂന്നി സഞ്ചരിക്കുന്ന അതിശയിപ്പിക്കുന്ന ആകാശച്ചെടി വിക്കസ് നാസിഡ. മധ്യത്തിൽ കാണുന്നത് സപ്പോർട്ടിംഗ് പില്ലർ മാത്രമാണ്, ചെടിയല്ല. ഇതണ്ട, ഇത് ചെടിയല്ല എന്ന് പറയണത്. അത് ജസ്റ്റ് സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 4 വേരുകളിലാണ് ഈ ചെടി അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വേരൊക്കെ എടുത്ത് വളരുന്നത്. നമുക്ക് സെൻട്രൽ കാണുന്ന ഒരു മരം പോലെ തോന്നും, പക്ഷെ അത് മരമല്ല. ഇങ്ങനെ നീങ്ങുമ്പോൾ ചെറിയൊരു കുടുക്ക്, അതിൻ്റെ താഴെ നല്ലൊരു വലിയൊരു കുളം, അതുപോലെ തന്നെ ഇഷ്ടംപോലെ മീനുകളുണ്ടായില്ലേ, പോയി കറുപ്പൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ സമയത്ത് 2 ആശമാരും നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു കുസലില്ല, ഒരു സുഖമായിട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. ഇവിടെ മുഴുവൻ മരങ്ങളാണ്. ഭയങ്കര എന്താ പറയുക, തണലാണ്. തണൽ മാത്രമല്ല, തണുപ്പുണ്ട്. നല്ല കൂളിംഗ് സിസ്റ്റമാണ്. ഇക്കോ സിസ്റ്റം എന്നാണ് ഇവർ പറയുന്നത്. അതാണ് ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെന്താണ് ഈ സംഭവം? ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അതിൽ ആഫ്രിക്കൻ മുഷുണ്ട്, അതുപോലെ തന്നെ വരാല്, അതുപോലെ തന്നെ നല്ലൊരു ജൈന ഗൗരാമിക്ക് ഉണ്ട് ഇതിൽ. ഈ ഒരു മരം കണ്ട, ഈ ഒരു മരമാണ് ഇതിൻ്റെ ഒരു ഭംഗി. പാർക്കിന്റെ സെൻട്രലായിട്ട് ഒരു കൂറ്റൻ മരം. ഇത് വള്ളിമുള. 2 കടഭാഗങ്ങളുള്ള ഈ ഇനം സഞ്ചരിക്കുന്ന തരം മുളയെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന മുള എന്ന് പറഞ്ഞാൽ നേരിട്ട് നിൽക്കുന്ന മുളകളാണല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു പോകുന്ന, വള്ളി കണക്കേ പടർന്നു പോകുന്നതാണ്. നടന്നിറങ്ങടേ, ഒരു കുഴപ്പമില്ലടി. സുഹൃത്തെ, നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയുണ്ടല്ലേ? അപ്പോൾ അതിന്റെ അടുത്തൊരു ഭാഗം, ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് ബാക്കിയുള്ള ഭാഗം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും നന്ദി, നമസ്കാരം.